ഇനി അപ്കമിങ് മൂവി പ്രൊജക്ട്സ് ഏതൊക്കെയാണ്? ഇപ്പം 28-ന് ഇപ്പം മറ്റേ കുണ്ടലപുരാണം ഇറങ്ങുന്നുണ്ട്. അതല്ലാണ്ട് വേറെ ഏതൊക്കെ മൂവീസ് ആണ് ഇനിയിപ്പോ വരാനുള്ളത്? പിന്നെ ജൂലൈ 5-ന് നമ്മുടെ കനകരാജ്യം റിലീസാവും. പിന്നെ റിലീസാവാനായിട്ട് രണ്ടായാമുണ്ട്. അതാരുടെ മൂവിയാ? അത് സ്വാസിക, ധ്രുവൻ ഒക്കെ ഉള്ള പടം. ഗൗതം കൃഷ്ണ. അത് പിന്നെ എൻ്റെ പേരെന്നാ ചേരയുണ്ട്. ചേരയൊക്കെ ഇനി എപ്പോഴാണെന്ന് അറിയത്തില്ല. പിന്നെ വികാരം. പിന്നെ വേറെ ഇപ്പൊ ഒരെണ്ണം ചെയ്തായിരുന്നു. അഭിലാഷ് പിള്ളയുടെ സ്ക്രിപ്റ്റിലുള്ള ഒരെണ്ണം ചെയ്തു. അതിലൊക്കെ ചെറിയ ചെറിയ സാധനം റോളാണ്. അപ്പൊ എല്ലാവരുടെ ലൈഫിൽ ഒരുപാട് ട്രോമാസ് ഉണ്ടായിട്ടുണ്ടാവൂലേ? ചേച്ചിയുടെ ലൈഫിൽ അങ്ങനത്തെ എന്തെങ്കിലും ട്രോമാസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ചിരിക്കല്ലേ, ട്രോമയാ ചോദിച്ചത്. ഇത് ശരിക്കും സിനിമയുടെ പ്രൊമോഷൻ അല്ലേ? ഏത് സിനിമയുടെ പ്രൊമോഷൻ? കുണ്ടലപുരാണം. അപ്പൊ അത് ചോദിച്ചാ പോരെ? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കണ്ടല്ലോ. ഇല്ല, ചോദിച്ചു എന്നുള്ളൂ. ചോദിക്കണ്ട. സോറി ചേച്ചി. ചേച്ചിക്ക് പറഞ്ഞ കംഫർട്ടബിൾ ആണെങ്കിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. കംഫർട്ടല്ല. ചേച്ചി ലൈഫിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും ട്രോമാസ് ഉണ്ടാവില്ല? നമുക്ക് ലൈഫിൽ ഒരുപാട് പേർക്ക്, നമുക്ക് എല്ലാവർക്കും എനിക്ക് മനസ്സിലാവത്തില്ലേ? പിന്നെ ട്രോമ ഇല്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? അതെല്ലാവരുടെ ലൈഫിലും ട്രോമാസ് ഉണ്ടാവും. ചോദിക്കണ്ട. മഞ്ജുവിനെ വിളിച്ച്. ചേച്ചി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോറി, എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സോറി. പോണോ അതോ? ചേച്ചി സോറി ചേച്ചി. ഇല്ല, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോറി. കാച്ചിൽ എന്ന് പറഞ്ഞ സോങ് ആണ് വൈറലായത്. അത് ആ സോങ് എങ്ങനെയാ വൈറലായത്? സോറി ചേച്ചി. സോറി. ഫസ്റ്റ് ഇന്റർവ്യൂ ആണോ? അല്ല, ഫസ്റ്റ് അല്ല, 2 ചെയ്തിട്ടുണ്ട്. എന്നാലും ചോദ്യം കേട്ട ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പോലെ. സോറി ചേച്ചി. പേടിച്ചോ? ചെറുതായിട്ട്. വേണ്ടായിരുന്നോ? ഇനി പറ്റത്തില്ല. ചെറുക്കന്മാരെന്നെ ഇവിടൊക്കെ ചൂടായി. അയ്യോടാ പാവം വെച്ച്. ഇതിന് ഞാൻ അതുകൊണ്ടാ പറഞ്ഞ, അതിനെ കണ്ടാൽ ചോദിക്കാൻ പോലും തോന്നില്ല. ആൾക്കാർ ഇപ്പൊ എന്നെ ചീത്ത പറയും. ഞാൻ പഠിച്ചൊക്കെ മറന്നുപോയാ. ഇനി എന്താ ചോദിക്കാ? ആൾക്കാർ ഇവിടെ ആരും അവളങ്ങോട്ട് വന്നതേ ഉള്ളു. അതിനിപ്പോ ആ കൊച്ചിനെ പേടിപ്പിച്ചു കണ്ടില്ല ആൾക്കാർ എന്നെ ചീത്ത പറയും. ഞാൻ പറഞ്ഞു ഇവരോട് വേണ്ട 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 ചോദിക്കണ്ട, വേണ്ട, ആ കൊച്ചിനെ ഒന്ന് പേടിപ്പിച്ചു കിട്ടേത്. എന്താ നീ സിനിമയിൽ കയറി കേട്ടോ. പാവട്ടി ചുമ്മാ. നമുക്ക് അടുത്തൊരു സെഗ്മെന്റിലോട്ട് പോവാം. ഓക്കെ, നിങ്ങൾ ചെയ്തിട്ടുണ്ടോ സെഗ്മെന്റ്? അപ്പൊ ഞാൻ കുറച്ച് സംഭവങ്ങൾ പറയും, ചേച്ചി ചെയ്തിട്ടുണ്ടോ? വല്ലവരുടെ ബ്രഷ് എടുത്ത് തേച്ചിട്ടുണ്ടോ എന്നൊക്കെ ആയിരിക്കും. അല്ലല്ല, തുടങ്ങാം. പബ്ലിക് പ്ലേസിൽ വീണിട്ടുണ്ടോ? വീണിട്ടുണ്ടോ? പോയിട്ടുണ്ട്. എവിടെയാന്ന് ചോദിച്ചാൽ എനിക്ക് ടൗണിലാണെന്ന് തോന്നുന്നു. ഞാൻ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്താ. എല്ലാവരുടെ മുമ്പിൽ വെച്ചാണ് വീണത്? ഇല്ല, എന്നെ ഒരു കാര്യം എന്നറിയോ, ഞാൻ വീണാലും മറ്റുള്ളവർ വീണാലും ഞാൻ ചിരിക്കും. ഞാൻ വീണെടുത്ത് കിടന്ന് ഭയങ്കര ചിരിയായിരുന്നു. ഞാനും അങ്ങനെയാ. അടുത്തത്, സാധനങ്ങൾ മറന്നു വെച്ച് പോയിട്ടുണ്ടോ? അതേ ഉള്ളൂ, എപ്പോഴും. എന്റെ അമ്മയ്ക്കൊക്കെ പേടിയാ എന്റെ കയ്യിലെ സാധനം. മോനെ അത് കയ്യിലിരിപ്പുണ്ട്, മോനെ മോനെ മറക്കല്ലേ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരും.
മിക്കവാറും പേഴ്സ് അതിപ്പോ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയതാ. അന്ന് ആദ്യം പുതിയൊരു കടയായിരുന്നു. ചെന്നപ്പോ ചെറിയ മഴ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എടുത്ത് അവന്റെ വാതിലിൽ വെച്ച് എല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോ മഴയില്ലായിരുന്നു, അതുകൊണ്ട് കുട എടുക്കാണ്ട് ഞാനിങ്ങ് പോന്നു. ഇതുവരെയും കിട്ടിയിട്ടില്ല. അവര് വിളിച്ചു പറഞ്ഞു, പക്ഷെ അത് എടുത്തു വെച്ചിട്ടുണ്ട്. അത് എന്റെ റെഡ് കൂടെയായിരുന്നു അത്. അല്ല, വേറെ ആരാണ്ടൊക്കെ അവരുടെയാന്ന് പറയുന്നൊക്കെ പറഞ്ഞു. എനിക്ക് പോകാൻ പറ്റിയില്ല. ഓക്കെ, KSRTC ബസ്സിൽ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ടോ? ഉറങ്ങിയിട്ടുണ്ട്. ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. വിൻഡോ സീറ്റിലിരുന്നാണോ? വണ്ടി കയറി അപ്പൊ ഉറങ്ങും. ഓക്കെ, വാട്സപ്പിൽ 10-ലധികം ആളുകളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇല്ല, ബ്ലോക്ക് ചെയ്തിട്ടില്ല. ആരും ബ്ലോക്ക് ചെയ്തിട്ടില്ല? ഇല്ല, 1-2 10 കൂടുതലില്ല. ഇല്ല ഇല്ല. ആരെയാ ബ്ലോക്ക് ചെയ്തത്? ഈ സിനിമയുടെ ഒരു എനിക്കിപ്പം നിലവിൽ ഓർമ്മയുള്ളത്, ഒരു സിനിമയുടെ കാര്യം പറഞ്ഞ് വിളിച്ചിട്ട് ലെസ്ബിയൻ ക്യാരക്ടേഴ്സാന്ന് പറഞ്ഞ് അങ്ങനെ ഓക്കെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും 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 അങ്ങനെ. അപ്പം ഞാൻ ചോദിച്ചു അതിനകത്ത് എന്തൊക്കെ ഉള്ളതെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഒന്നുമില്ല, ഒരു ജസ്റ്റ് ഒരു ലിപ് ലോക്ക് മാത്രം, അത് മാത്രം ഉള്ളൂ എന്ന് ഇങ്ങനെ പറഞ്ഞു. ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പിന്നെ പിന്നെയും പിന്നെ ഇങ്ങനെ മാറി 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 വന്ന് എന്താ പറയണ്ടേ, ലാസ്റ്റ് ചേച്ചി കുറച്ചുകൂടി സീൻ വരും, കുറച്ചുകൂടി ഞാൻ പറയാം നടക്കത്തില്ലെന്ന് പറഞ്ഞു. എല്ലാം വേണ്ട ചേച്ചി വേണ്ട, ഞങ്ങള് ഞങ്ങള് ഇത് ഇട്ടോളാം, ഡ്യൂപ്പിനെ വെച്ചോളാം. ഡ്യൂപ്പിനെ വെക്കണ്ട, ഒന്നും വെക്കണ്ട, ഞാൻ പറഞ്ഞ സീനിനപ്പുറം വേറെ ഒന്നും ഇല്ല. പിന്നെ അങ്ങനെ പറഞ്ഞു 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 എനിക്ക് അപ്പോഴേക്കും ഞാൻ ഒരു ഗെറ്റ് ലോസ്റ്റ് വിട്ടിട്ട് ബ്ലോക്ക് ചെയ്തു. അതാണ് റീസെന്റ് ചെയ്ത ബ്ലോക്ക്. ഓക്കെ, അടുത്തത്, വിളിക്കാത്ത കല്യാണത്തിന് പോയിട്ടുണ്ടോ? ഇല്ല. ഇല്ല, അതൊക്കെ പോകണ്ട, ലൈഫിൽ ഒരു തവണയെങ്കിലും പോകണ്ടേ? പോയിട്ടില്ല. സിനിമ വരുന്നതിനുണ്ടായിരുന്നു, പിന്നെ പോയായിരുന്നു. ഓക്കെ, വയറുവേദന എന്ന നുണ പറഞ്ഞിട്ടുണ്ടോ? പ്രാവശ്യം പോലെ എപ്പോ എവിടെ? സ്കൂളിൽ ഇങ്ങനെ പഠിച്ചോണ്ടൊക്കെ ഇരിക്കുമ്പോ തന്നെയാണ് പറഞ്ഞിട്ടുണ്ട്. കോളേജിലും സ്കൂളിലും. മൂവിയിൽ കയറിയതിനു ശേഷം ഓക്കെ, സ്വന്തം ബന്ധുക്കൾ മരിച്ചു എന്ന് എവിടെയെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞിട്ടുണ്ടോ? അമ്മൂമ്മനെ അപ്പൂപ്പനെയൊക്കെ കൊറേ കൊന്നിട്ടുണ്ടെന്നൊക്കെ. കൊറേ കേട്ടോ. പണ്ടാണോ? കോളേജിലാ കൂടുതലും. കോളേജില് ഞങ്ങക്ക് 3 ദിവസം ആകെ ഫെസ്റ്റിവൽ ലീവ് മാത്രമേ ഉള്ളൂ, പിന്നെ ഒരു ലീവും ഇല്ല. അപ്പൊ ഇടയ്ക്കൊന്ന് വീട്ടിൽ വരാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ ദൈവമായി കണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇല്ല. ഓക്കെ, റൂം അടിച്ചിരുന്നു ഡാൻസ് ചെയ്തിട്ട് റൂം അടച്ചിരുന്ന് ഡാൻസ് ചെയ്തിട്ടുണ്ടോ? തുറന്നിട്ടിട്ട് ഡാൻസ് ചിപ്സ് പോലെയുള്ള സ്നാക്സ് കണ്ട് വായിൽ വെള്ളം മുറിയിട്ടുണ്ടോ? ചിപ്സ് ഒന്നും അങ്ങനെ പൊതുവെ വലിയ ഇഷ്ടമില്ല. മധുരമാണോ? എനിക്ക് ഇഷ്ടം. മധുരവും എനിക്ക് വലിയ ഇതില്ല. പിന്നെ എന്താ? ഫ്രഞ്ച് മന്തിയാണല്ലേ? അല്ലല്ല, ഫ്രഞ്ച് ഫ്രൈസ് ഇല്ല, അതെനിക്ക് ഭയങ്കര ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇനി അടുത്തൊരു ടാസ്ക്, കുണ്ടല പുരാണം മൂവിയെ പറ്റി ഒരു മിനിറ്റിൽ ഒരു പ്രസംഗം പറയണം. ഒരു മിനിറ്റിൽ ഒരു പ്രസംഗം. കുണ്ടല പുരാണം സന്തോഷ് പുതുക്കുന്ന ഡയറക്ടറാണിത് ഡയറക്ട് ചെയ്തേക്കുന്നത്. കാസർഗോഡ് ജില്ലയിലാണ് അതിന്റെ ഷൂട്ട്. ശരിക്കും വെള്ളമില്ലാത്ത, നല്ല വേനൽക്കാലം വരുമ്പോൾ വെള്ളം പറ്റുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് അതിന്റെ ഷൂട്ട്. പിന്നെ ഞങ്ങളെല്ലാവരും ഒരു ഫാമിലി പോലെയായിരുന്നു. കൂടുതലും അവിടെയുള്ള നാടകത്തിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ചേച്ചിമാര് ഉണ്ടായിരുന്നു. ഞങ്ങള് പൊരിഞ്ഞ ചൂടത്ത് എൻ്റെ അമ്മ ഒരു രക്ഷയില്ലായിരുന്നു. ഇന്ദ്രൻസേന ക്യാരവാൻ വേണ്ടാത്തതുകൊണ്ട് ഞങ്ങൾക്കും ക്യാരവാൻ ഇല്ലായിരുന്നു. ഞങ്ങൾ അവിടെ പൊരിഞ്ഞ് ചൂടത്ത് ഒരു രക്ഷയില്ല. പിന്നെ ആ ചേച്ചിമാരൊക്കെ അവരുടെ ഭാഷയിലൊക്കെ സംസാരിക്കുമ്പോൾ, സ്ലാങ്ങിലൊക്കെ സംസാരിക്കുമ്പോൾ അത് നമ്മൾ പഠിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ആ ഡയലോഗെല്ലാം അങ്ങനെ അധികം തന്നെയാണ്. എന്നോട് ഇപ്പൊ പറയാൻ പറഞ്ഞാൽ ഞാൻ പറയില്ല, പക്ഷെ ആ ഡയലോഗുകൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഞങ്ങൾ സാധാരണ കുടുംബത്തിലെ ആൾക്കാർ, ബാക്കിയുള്ള വീടുകളിലെ കിണറുകൾ വറ്റുമ്പോൾ ഞങ്ങളുടെ വീട്ടിലെ മാത്രം ഉറവ വറ്റാത്തൊരു കിണറുണ്ട്, വലിയൊരു കിണർ. അപ്പൊ ആ കിണർ അവിടെയാണ് എല്ലാവരുടെയും നനയും കുളിയും പിന്നെ വണ്ടി കഴുകുന്നതും എല്ലാം. ഇപ്പോൾ രാവിലെ ഒരു ബഹളമാണ് ആ കിണറും ചോട്ടില്. ഞാനും ഹസ്ബൻഡും മോളും
മാത്രമുള്ളൊരു വീട്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് നാട്ടുകാർ വന്ന് വെള്ളം എടുക്കുകയൊക്കെ ചെയ്യുന്നത്. എൻ്റെ മോൾക്ക് സ്കൂളിൽ പോകുന്ന വെച്ചാണ്. അപ്പോൾ അതിന് കാതിൽ കമ്മലിടാൻ പറ്റത്തില്ല, കാതിങ്ങനെ പഴുക്കും എപ്പോഴും. അപ്പം അതിന് ഭയങ്കര ആഗ്രഹം കമ്മലിടുന്നത്. അപ്പോൾ സ്കൂളിൽ ഓരോ പിള്ളേർ ഇങ്ങനെ കമ്മലിട്ടിട്ട് വരുമ്പോൾ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കും. അങ്ങനെ ചെറിയ 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 സംഭവങ്ങളൊക്കെ വെച്ച് 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 അവസാനം ഒരു വലിയ സംഭവത്തിലേക്ക് പോകുന്നതാണ്. അതാണ് മൂവി. ഓക്കെ. കുട്ടൻപിള്ളയുടെ ശിവരാത്രിയിലൂടെ അഭിനയ രംഗത്തെത്തി ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ മികച്ച സ്വഭാവ നടിയായി മാറിയ താരമാണ് രമ്യ സുരേഷ്. ഞാൻ പ്രകാശൻ, നിഴൽ, ജാനേമൻ, മലയൻ കുഞ്ഞ്, സഭാഷ് ചന്ദ്രബോസ്, പടവെട്ട്, സൗദി വെള്ളയ്ക്ക, ക്രിസ്റ്റഫർ, 1001 നുണകൾ, പാച്ചുവും അത്ഭുത വിളക്കും, വെള്ളരിക്ക പട്ടണം, ആനന്ദപുരം ഡയറീസ്, കുണ്ടലപുരാണം തുടങ്ങി നിരവധി ചിത്രങ്ങളിലൂടെ തഴക്കം വന്ന അഭിനയത്തിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടാൻ രമ്യയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അക്കൂട്ടത്തിൽ തെങ്ങിൽ കയറി കരിക്കിടുന്ന പശുവിനെ വളർത്തുന്ന പടവെട്ടിലെ പുഷ്പ എന്ന കഥാപാത്രം ഇന്നും ഒരു പടി മുകളിൽ തന്നെയാണ്. മലയാളത്തിനപ്പുറം തമിഴിലും സജീവമാവുകയാണ് താരം. രജനീകാന്തിന്റെ വേട്ടയ്യന് ശേഷം കാർത്തിക് സുബരാജിന്റെ സിനിമയിൽ അഭിനയിക്കുകയാണ് രമ്യ.